ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളും തേർഡ് പാർട്ടിയും തമ്മിലുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണേയും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം. അതിനുശേഷം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം. ഇവിടെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ട് എങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ഇമാജിൻ ചെയ്യുക ഈ സമയം. ഇല്ല, നിങ്ങൾക്കറിയത്തില്ല നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടോ അല്ല എങ്കിൽ അതർ സിറ്റുവേഷൻ ഉണ്ടോ എന്ന് അറിയില്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സണെ മാത്രം ഈ ഒരു ടൈം നിങ്ങൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് വരുന്ന എനർജി അനുസരിച്ച് നോക്കുമ്പോൾ ബ്രേക്കപ്പ് സംഭവിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ബ്രേക്കപ്പ് സംഭവിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് വളരെയധികം ഡിസ്റ്റൻസിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ 2 ഗ്രൂപ്പ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയെ ബ്രേക്കപ്പായി. തേർഡ് പാർട്ടി ഇവരും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, ഇപ്പോൾ ദൂരെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില സമയം നിങ്ങളുടെ പേഴ്സൺ ഇത്രമാത്രം തേർഡ് പാർട്ടിയെ സ്നേഹിക്കുന്നത് കാരണം അവരുടെ കൺട്രോളിൽ ഇവർ ആകുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇനി ഞാനാണോ തേർഡ് പാർട്ടി അതോ അവരാണോ തേർഡ് പാർട്ടി എന്ന്. കാരണം ഇവർ അത്രമാത്രം ആ ഒരു വ്യക്തിയുടെ കൺട്രോളിൽ വരുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നും അങ്ങനെ. അതായത് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തിയുമായിട്ട് അത്രമാത്രം അടുപ്പത്തിലാകും, അറ്റാച്ച്മെൻറ്റ് വയ്ക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് തന്നെ തോന്നും ഇനി ഞാനാണോ തേർഡ് പാർട്ടി എന്ന്. അപ്പോൾ സ്വയം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അതേ സ്വയം നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നു നിങ്ങളാണോ ഇവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന്. അതായത് നിങ്ങൾ എത്ര വിഷമിച്ചിരുന്നാലും അവർ അവരുടെ ലൈഫിൽ സന്തോഷമായിട്ടിരിക്കുകയാണ്, അവർ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുകയാണ് എങ്കിൽ അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ആൾക്കാരുടെ ഗ്രൂപ്പാണ് ഇത് എന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. അതായത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് വളരെയധികം സന്തോഷമായിട്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള ആൾക്കാരുടെ ഗ്രൂപ്പിലാണ് നിങ്ങൾ പെടുന്നത്. അല്ല സെക്കൻഡ് പറഞ്ഞ ഗ്രൂപ്പാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ഹാപ്പിയല്ല തേർഡ് പാർട്ടിയുമായിട്ട് ചില ആൾക്കാരുടെ പേഴ്സൺ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. തേർഡ് പാർട്ടിയുമായിട്ട് ഡിസ്റ്റൻസിലായിട്ടുള്ള ആൾക്കാരുടെ പേഴ്സൺ ഇതിലുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ ഹാപ്പി ആയിട്ടല്ല പോകുന്നത്. നെക്സ്റ്റ് ചില ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തേർഡ് പാർട്ടിക്ക് സ്വയം ഇവർ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുമായിട്ട് ഹാപ്പി ആയിട്ടാണ് ഇവർ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തതും അവരുടെ അവസ്ഥ കാരണമായിരിക്കുമെന്ന്. അങ്ങനെയല്ല, ഇവർ സ്വയം ഇവരുടെ ഇഷ്ടത്തിന് തേർഡ് പാർട്ടിക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞത്. കാരണം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതനുസരിച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ടതാണ്. ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് ഹാപ്പി ആയിട്ടല്ല ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ വിഷ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കണമെന്നാണ്. ഈ ഒരു ബന്ധനത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് മുക്തരാവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ വളരെ റൂഡ് വേയിൽ എടുക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവരുടെ ലൈഫിൽ ഇവർ ഏത് മാനിപ്പുലേഷനിലാണോ ഇവർ അകപ്പെട്ടിരിക്കുന്നത് ആ ഒരു മാനിപ്പുലേഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തു വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ഹേർട്ട്, സഫറിങ്, പെയിൻ ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഒന്നുകിൽ തേർഡ് പാർട്ടിയുമായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു കാണും, ഇല്ല എങ്കിൽ പ്രോസസ്സിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഇവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന പ്രോസസ്സിലുള്ള ആൾക്കാരുടെ പേഴ്സൺ. ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ആരും തന്നെ ഇല്ല, അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അതായത് ഫൈനാൻഷ്യൽ അവർ ഒട്ടും തന്നെ സ്റ്റേബിൾ അല്ല, അത് കാരണമാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് ഫൈനാൻഷ്യൽ ഇഷ്യൂ കാണാൻ സാധിക്കുന്നത്. അല്ലാതെ അവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടിയും ഇല്ല. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇഷ്യൂവും ഇല്ല. ഇവിടെ ഇവരുടെ ആ ഒരു സ്റ്റെബിലിറ്റിയാണ് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്, ഫൈനാൻഷ്യൽ കണ്ടീഷൻ. ഇവർ വിചാരിക്കുന്ന ആദ്യം ഇവരുടെ കരിയറിൽ ഒന്ന് സെറ്റിൽഡ് ആവാം എന്ന്, അതിന് ശേഷം മാരേജ് ചെയ്യാമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം ഇവരുടെ ഭാഗത്തു നിന്നാണ്, ഇവരുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് വർക്കഹോളിക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ടൈം ഇവർ തരുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ആരും തന്നെ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ ഡൗട്ടായിരിക്കും, പക്ഷേ ഇവർക്ക് ഇവരുടെ കരിയറാണ് പ്രധാനം. ഇവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യുക, കരിയറിൽ സ്റ്റേബിൾ ആവുക, ഇതൊക്കെയാണ് ഇവരുടെ ആഗ്രഹം. അപ്പോൾ ഇതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യം ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും ഇവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ടോ എന്ന്. ഇത് നിങ്ങളുടെ വെറും ഒരു ഇലൂഷൻ ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നു. അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, അവരുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം തേർഡ് പാർട്ടി. ഇനി അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളാണോ തേർഡ് പാർട്ടി അവരാണോ തേർഡ് പാർട്ടി നോക്കാൻ രണ്ട് സൈനുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഹൈഡാക്കി വയ്ക്കുന്നുണ്ടായിരിക്കാം, ആരും അറിയാതെ നിങ്ങളുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ടായിരിക്കാം. ഒരു ട്രൂ ലവ് ഒരിക്കലും ഹൈഡ് ചെയ്ത് വയ്ക്കത്തില്ല ആരും തന്നെ. അതായത് ട്രൂ ലവ് ഉണ്ട് എങ്കിൽ അവരുടെ ഉറപ്പായിട്ടും വീട്ടിൽ പറയും, അതായത് എനിക്ക് നിങ്ങളോട് ജീവിക്കാൻ താല്പര്യമില്ല, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്, അവരോട് ജീവിക്കാനാണ് ഇഷ്ടം, നിങ്ങളും ഞാനും ഒന്നിച്ച് പോകത്തില്ല, ഡിവോഴ്സ് ആവാം നമുക്ക്, അങ്ങനെ പറയും ട്രൂ ലവ് നിങ്ങളോടുണ്ട് എങ്കിൽ. ഇത് മറിച്ച് നിങ്ങൾ ഹൈഡാക്കി വെക്കുകയാണ് ഇവർ ചെയ്യുന്നത് ആരും അറിയാതെ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാഡ്ലി ലവ് ചെയ്യുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ചുള്ള കാര്യം പറയുകയും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങളോട് കൂടെ ജീവിക്കുകയും ചെയ്യും. അല്ല, നിങ്ങളുടെ പേഴ്സൺ വീട്ടിലെത്തുമ്പോൾ ഇവരുടെ ഫോണിൽ നിങ്ങളുടെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നു, നിങ്ങളും ഇവരുമായിട്ടൊരു ബന്ധവും ഇല്ലാതിരിക്കാൻ വേണ്ടി, മറ്റുള്ളവർ അറിയാതിരിക്കുവാൻ വേണ്ടി പല കാര്യങ്ങൾ ഇവർ ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എങ്കിൽ ഇവർ നിങ്ങളെ ചതിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ആക്യുറേറ്റ് റീഡിംഗ് എപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ചില സമയങ്ങളിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഓൾറെഡി മാരീഡായിട്ട് കുഞ്ഞുങ്ങൾ എല്ലാം ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അവരെ വിടാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഫാമിലിയെയും നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണും അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവിടെ തേർഡ് പാർട്ടി ആരും തന്നെ ഇല്ല. കാരണം ഇവിടേത് ഒരു എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ആണ്. നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഫാമിലിയുമായിട്ടൊരു ബോണ്ട്, അവരുമായിട്ടൊരു ബോണ്ട്, അങ്ങനെയുള്ള ഒരു ഇത്. ഇനി ഞാൻ പറയുന്നത് മെയിനായിട്ട് നിങ്ങളുടെ പേഴ്സൺ വേറൊരു വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നു, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർ നിങ്ങളോട് പറയുകയാണ്, ഞാൻ അവരെ സ്നേഹിക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്തോ, എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. നിങ്ങളുടെ പേഴ്സൺ വേറൊരു ആളുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു, എന്നിട്ടും നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ വെയിറ്റ് ചെയ്യണം അവർക്ക് വേണ്ടി. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പേഴ്സണൽ റീഡിംഗ് ചെയ്യുക, കാരണം അവർ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ചതിക്കാം. ഇനി നെക്സ്റ്റ്, നിങ്ങൾക്കിടയിൽ കാസ്റ്റ്, കൾച്ചർ, ട്രഡീഷൻ, ഫാമിലി അങ്ങനെയുള്ളതാണ് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി അവർ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ട് ഹാപ്പി ആയിട്ടാണ് ഉള്ളത് എങ്കിൽ അവർ ഒരിക്കലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നിങ്ങളുടെ പേഴ്സൺ വേറൊരു തേർഡ് പാർട്ടിയുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് എങ്കിൽ അവർ അതിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നില്ല, ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ജീവിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് ഇന്നത്തെ കറണ്ട് ഫീലിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് എനർജി ട്രാപ്ഡ് ആണ് ഇവർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് അറിയാം ഇവർ ട്രാപ്ഡ് ആണ്, ഇവർക്ക് ഒത്തിരി ഇഷ്ടവുമാണ്, നിങ്ങൾ ഇവരെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നും ഇവർക്കറിയാം. ഇവിടെ ഇവരുടെ അവസ്ഥ വച്ചിട്ടാണ് ഇവർ നിങ്ങളോട് ഒരു റെസ്പോൺസും ചെയ്യാത്തത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പേഴ്സൺ സന്തോഷമായിട്ടിരിക്കുകയാണ് തേർഡ് പാർട്ടിയുമായിട്ട്, ഞാൻ ഇവിടെ ദുഃഖിക്കുന്നു ഇവർക്ക് വേണ്ടി എന്ന് നിങ്ങൾക്ക് തോന്നും. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവർ എപ്പോഴും വീണ്ടും നിങ്ങളോട് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട് എന്നാണ്. കാരണം നിങ്ങൾ എപ്പോഴും ഇവരെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഇവർക്ക് എപ്പോഴും നിങ്ങളോട് ഈ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. എത്രയും പെട്ടെന്ന് കാർമിക് സിറ്റുവേഷൻ റിലീസായാൽ ഇവർ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു വരികയും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുകയും ചെയ്യുന്നതാണ്.
ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവർ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളിലേക്ക് മെസ്സേജ് ചെയ്യണം എന്നൊക്കെ ഇവർക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇവർ എപ്പോഴാണോ ക്ലാരിറ്റി തരുന്നത് അതുവരെ നിങ്ങൾ തമ്മിൽ വഴക്കിടും തേർഡ് പാർട്ടിയെക്കുറിച്ച് പറഞ്ഞ് എന്നാണ് ഇവർക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവർ നിങ്ങൾക്ക് റെസ്പോൺസ് ഒന്നും തരാതെ മിണ്ടാതിരിക്കുന്നത്. കാരണം റെസ്പോൺസ് തരുന്നെങ്കിൽ ക്ലാരിറ്റി ചോദിച്ച് നിങ്ങൾ വഴക്കുണ്ടാക്കും ഇവരോട്. ഇവർക്ക് ആഗ്രഹമുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരണമെന്ന് ഹൃദയം കൊണ്ട്. പക്ഷേ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുമുണ്ട്. ഇവർ ഉറപ്പായിട്ട് ഇവരുടെ ഇമോഷൻസ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതാണ്, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു ഇതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ വളരെ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻ എന്താക്കി നിങ്ങളുടെ അടുത്തേക്ക് വരുവാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇതാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു കറണ്ട് ഫീലിംഗ്. ഇനി നമുക്ക് ഈ ഒരു എനർജി എപ്പോഴാണ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നത് എന്ന് നോക്കാം. ഇവിടെ നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന 8 ആണ്. 8 hours അല്ലെങ്കിൽ 8 daysനുള്ളിൽ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലീസാക്കി നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.